സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. എല്ലാം തകർന്നു എന്ന് തോന്നുന്നു. അതെ, എന്തായി? അതായത് സൂപ്പർ സംഭവം ലോകേഷ് സംഭവം അടിച്ചു പൊളിച്ചിട്ടുണ്ട്. അപ്പൊ വെക്കടാ വെടി ഹിറ്റായോ? കൊള്ള ഹിറ്റായോന്നോ? ബമ്പറാ സാറേ. ഒരു 500 ഭാഷ, 100 പടയപ്പ, 1000 തന്നെ തുടങ്ങാം. പൊളിച്ചടക്കിയിട്ടുണ്ട്. പടം മെഗാ ഹിറ്റല്ലേ? ശരിക്കും ആവറേജ് ആണ്. കൂലി കുറച്ച് കൂതറയാണ്. മൊത്തത്തിൽ വലിയ സുഖമില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. അതുപോലെ ശ്രുതി ഹാസനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര മോശപ്പെട്ട ആക്ടിങ്. അമീർ ഖാനൊക്കെ എന്തിനു കൊണ്ടുവന്നോ അറിഞ്ഞോ? കാരണം ചുമ്മാ പറഞ്ഞത് പടം ഹിറ്റാണെന്ന്. വെക്കടാ വെടി, പേര് പോലെ തന്നെ വെടിയായി പൊട്ടി. എടാ, പാമ്പ് കടിച്ച എന്നെ ഇടിവെട്ടി. പഴഞ്ചൊല്ല് തിരിഞ്ഞുപോയി മുതലാളി. ഇടിവെട്ടിവനെ പാമ്പ് കടിച്ചു. ഞാൻ കാണുമ്പോ പടം ഹിറ്റായിരുന്നല്ലോ. ഹിറ്റ് തന്നെ തലയ്ക്കാ കിട്ടേണ്ടത്. എത്ര പേര് വിളിച്ചെന്നറിയോ? ചവറ് പടമാണെന്നും പറഞ്ഞ്. പാട്ട്, ഡാൻസ്, കൂത്ത്, എനിക്കപ്പോഴേ തോന്നി സൗബിന്റെ നമ്മളെ മലയാളികൾക്ക് അഭിമാനിക്കാം. സൗബിന്റെ ഇതില് കുറച്ച് സീക്വൻസിൽ നമുക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. അതില് യു ആർ വെരി റിയലി ലക്കി മാൻ. താങ്ക് യു വെരി മച്ച്. നന്ദിയുണ്ട് സാറേ, നന്ദി. കഥ, തിരക്കഥ, സംഭാഷണം, ഉച്ചം ഉഷ്ണയാണ് മൂഞ്ചി കൃഷ്ണ. അല്ല ഞാൻ എന്താ പറയാ, കഷ്ടപ്പെട്ടത് വെറുതെ. ഒന്നുമില്ല ഒരു കോപ്പില്ല. അമീർ ഖാൻ വെറും കോമഡി പീസ്. എങ്ങനെയാണ് ലോകേഷിന്റെ സ്ഥിരം പരിപാടി? ലോകേഷിന്റെ പടമേ അല്ല ഇത്. വല്ലാത്ത തലവേദന. ഞാനൊന്ന് കിടക്കട്ടെ. 2 ഫ്രണ്ട്സ് പറഞ്ഞത് എന്താണെന്ന് അറിയോ? നാണമില്ല ഈ മനുഷ്യന്, ഇനിയെങ്കിലും ഈ പണി നിർത്തിക്കൂടെന്ന്. പുള്ളിയിലെ നായകൻ നായകനല്ലേ? ആര്? രജനി. കോപ്പാണ്. ഇനിമേല് 10-20 വില്ലന്മാര് സാറ് പുല്ല് പോലെ ഇടിച്ചെടുത്തത് കണ്ടിട്ടാ ഞാൻ സാറിന്റെ ഫാനായത്. മുതലാളി തള്ളി തുടങ്ങിയപ്പോഴേ എനിക്ക് തോന്നിയതാ ഇതിങ്ങനെയൊക്കെ അവസാനിക്കുന്നു. ഒരു കാര്യം ചെയ്യാം, പോയിട്ട് രാവിലെ വരാം.